എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിൽ നിന്ന് വരുമാനം നേടുന്നത് പോലെ തന്നെ ഫേസ്ബുക്കിൽ നിന്നും വരുമാനം നേടാനുള്ള ഓപ്ഷനുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് ഇപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. കാരണം ഞാൻ തന്നെ എൻ്റെ വീഡിയോ തന്നെ കുറേ ആളുകൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഫേസ്ബുക്കിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തവർ കാണുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. അവിടെ ആ പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ വലത് സൈഡിൽ ഒരു 3 ഡോട്ട് കാണാം, 3 ഡോട്ട്, ആ 3 കുത്ത്, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വരുന്ന ഒരു പേജ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കണ്ട ഇങ്ങനെ ഒരു പേജ് അവിടെ തെളിഞ്ഞു വരും. ആ പേജിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്ന ഭാഗം ഓൺ ആക്കി വെക്കണം. അവിടെ ടേൺ ഓൺ കൊടുക്കണം. അതിനുശേഷം ആ എഡിറ്റ് എന്ന ഭാഗം ഏറ്റവും മുകളിൽ കണ്ടല്ലോ, ആ എഡിറ്റിൽ നിങ്ങളുടെ ബയോ എല്ലാം കൊടുക്കുക. നിങ്ങളുടെ പേരും നിങ്ങൾ എന്ത് പേരാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇടാൻ ഉദ്ദേശിക്കുന്നതെന്നും നിങ്ങൾ അവിടെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. വാട്സപ്പ് കൊടുക്കണം. അപ്പോൾ ആ വാട്സപ്പ് നമ്പർ മാത്രം ഓൺലി മീ എന്ന് കൊടുക്കുക. വാട്സപ്പ് നമ്പർ മറ്റാർക്കും കാണാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ ഒരുപാട് അനാവശ്യ കോളും മെസ്സേജുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാട്സപ്പ് ഹൈഡ് ചെയ്ത് വെക്കുക, നമുക്ക് മാത്രം കാണാവുന്ന രീതിയിൽ ആക്കി വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇതിന് പിന്നാലെ പറഞ്ഞു തരാം. പ്രൊഫൈൽ സ്റ്റാറ്റസ് ഒക്കെ അവിടെ തന്നെ ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് നോക്കുന്നതെന്നും എങ്ങനെയാണ് പേജ് മോണിറ്റൈസേഷൻ ആകുന്നതെന്നും എങ്ങനെ വരുമാനം ലഭിക്കുമെന്നും ഒക്കെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയും ഇൻസ്റ്റാഗ്രാമുമായിട്ട് ഇത് ലിങ്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം നേടാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ടേൺ ഓൺ ചെയ്യുക, പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓൺ ആക്കുക. പിന്നെ അതുപോലെ തന്നെ ആ പ്രൊഫൈൽ സ്റ്റാറ്റസിൻ്റെ അവിടെ പ്രൊഫൈൽ എടുക്കുമ്പോഴത്തേക്ക് അവിടെയുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ അൺലോക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രൊഫൈൽ അൺലോക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ വീഡിയോകളൊക്കെ പബ്ലിക്കിന് പോവുകയുള്ളൂ, പബ്ലിക്കിന് കാണാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പ്രൊഫൈൽ അൺലോക്ക് ചെയ്ത് വെക്കുക. നിങ്ങളുടെ പ്രൊഫൈൽ പബ്ലിക്കിന് കാണാവുന്ന രീതിയിലാക്കി വെക്കുക. പിന്നെ നിങ്ങളുടെ ബയോ കൃത്യമായി കൊടുക്കുക, പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓൺ ആക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. പിന്നെ എങ്ങനെയാണ് പേജ് മോണിറ്റൈസേഷൻ ആകുന്നതെന്നും നിങ്ങളുടെ ഇൻസൈറ്റും നിങ്ങളുടെ കണ്ടൻറ്റിൻ്റെ വിവരങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കുന്നത്, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രൊഫൈലിൻ്റെയും ഓരോ വീഡിയോകളുടെയും സ്റ്റാറ്റസ് അവിടെ അറിയാൻ പറ്റും. അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പിന്നാലെ പറഞ്ഞു തരാം. എന്തെങ്കിലും സംശയമുള്ളവർ ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും.